എസ് കെ നമ്മൾ നേരത്തെ പ്രവാസികളുടെ കാര്യം പറയുന്ന പോലെ മറുനാടൻ മലയാളികളുടെ കാര്യത്തിലും അവർക്കും വലിയ പ്രതീക്ഷ ബജറ്റിലേക്കുണ്ട്. പ്രധാനം യാത്രാ ദുരിതമാണ്. അതിന് പരിഹാരം കാണും വിധം എന്തെങ്കിലും കൂടുതൽ വണ്ടിയോ കൂടുതൽ ട്രെയിനോ ഒക്കെ അനുവദിക്കുന്നവരുടെ പ്രതീക്ഷയുണ്ട്. ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഒരുപാട് മലയാളികൾ ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ട്. എസ് കെ അവരുടെ പ്രധാന പ്രതീക്ഷ യാത്രാ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാവുമോ എന്നവർ നോക്കുന്നുണ്ട്. മറുനാട്ടിലുള്ള മലയാളികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ഒരു ബജറ്റിൽ. പ്രത്യേകിച്ചും യാത്രാക്ലേശവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ചും ചെന്നൈയിലും അതുപോലെ തന്നെ ബംഗളൂരു പോലുള്ള മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടാണ് നാട്ടിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ചെന്നൈയിൽ നിന്നും അതുപോലെ തന്നെ ബംഗളൂരുവിൽ നിന്നുമൊക്കെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് എന്തായാലും മറുനാടൻ മലയാളികൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. യാത്രാക്ലേശം പരിഹരിക്കാനായിട്ട് കൂടുതൽ ട്രെയിനുകൾ, അത് ജോലിക്കാർക്ക് സൗകര്യപ്രദമായ സമയങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ ആണ് പ്രതീക്ഷിക്കുന്നത്. വന്ദേ ഭാരത് പോലുള്ളതൊക്കെ നല്ലതാണ്, പക്ഷേ സമയമാണ് അതിൻ്റെ മെയിൻ. ഇപ്പം ശബരിമല സമയത്താണെങ്കിലും ഒരു വന്ദേ ഭാരത് ഇട്ടത് അത്ര സൗകര്യപ്രദമായ ഒരു സമയമല്ലായിരുന്നു. അപ്പോൾ സൗകര്യപ്രദമായ സമയങ്ങളിൽ ട്രെയിനുകൾ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. കൂടുതൽ ട്രെയിനുകളാണ് നമ്മളുടെ പ്രതീക്ഷ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ദിവസം ഒരുപാട് 10 ലക്ഷത്തിൽ പേര് ഉപജീവന മാർഗം അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ചെന്നൈ വാസികളായി ഇവിടെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾക്കെന്ന് വെച്ചാൽ ഇനിയൊരു പുതിയൊരു ട്രെയിൻ വന്ദേ ഭാരത് എന്ന് വെച്ചാൽ ഒരു സാധാരണ പോകാൻ പറ്റിയ ട്രെയിനല്ല. പക്ഷെങ്കിൽ കൂടി നമുക്ക് അതേപോലത്തെ ഒരു ട്രെയിൻ കേരളത്തിൽ പോകുകയാണെങ്കിൽ അത്രയും യാത്രാക്ലേശം കുറഞ്ഞു കിട്ടും. അത് നമ്മുടെ എല്ലാ സാധാരണ ചെന്നൈയിലുള്ള അത്രയും മലയാളികൾ യാത്രക്കാർക്ക് പറ്റിയൊരു ട്രെയിൻ നമുക്ക് കേരളത്തിൽ വിടണമെങ്കിൽ അത്രയും ബെസ്റ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ചെന്നൈയിലേക്ക് വന്നാൽ ചെന്നൈയുടെ ഒരു ചെറിയ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 11 ട്രെയിനുകളാണ് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ളത്. അത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 ട്രെയിനുകളുണ്ട്. അത് വീക്ക്ലി സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെയാണ് 8 സർവീസുകളുള്ളത്. മറ്റൊന്ന് എഗ്മോറാണ്. എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് 3 സർവീസുകൾ, അങ്ങനെ ആകെ 11 സർവീസുകളാണുള്ളത്. സർക്കാരിൻ്റെ ഒരു ഏകദേശ കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തിലധികം മലയാളികൾ ചെന്നൈ നഗരത്തിൽ മാത്രം വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. അങ്ങനെ വരുമ്പോൾ ഒരു ട്രെയിനിൽ ഏകദേശം 3000 പേർ വെച്ച് യാത്ര ചെയ്താലും 33,000 പേർക്കാണ് ഒരു ദിവസം ഇവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയുക. അപ്പോൾ അത്രയധികം, അതിൻ്റെ എത്രയോ ഇരട്ടിയിലധികം ആളുകൾ ഇവിടെ യാത്രാക്ലേശം അനുഭവിക്കുന്നു ഓരോ ദിവസവും എന്നുള്ളൊരു ഭീകരമായിട്ടുള്ള കണക്കുകളാണ് ചെന്നൈയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക.